എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ തലമുറ വലിയ വിശ്വാസരാഹിത്യത്തിലേക്ക് പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഭാഗത്ത് വിശ്വാസം തീർത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് സത്യവിശ്വാസത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മാവ് ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ദിവസവും ആയിരങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഏകരക്ഷിതാവായി വിശ്വസിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുന്ന വിശ്വാസ സാക്ഷ്യങ്ങൾ ലോകത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇത് അവിചാരിതങ്ങളല്ല. വലിയ അളവിൽ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് സത്യവിശ്വാസത്തിൻ്റെ തീനാവായി പരിശുദ്ധാത്മാവ് അനേകം ഹൃദയങ്ങളെ ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വചനത്തിൽ ഈശോ പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വളരെ സുപരിചിതമായൊരു വചനമാണിത്. നിങ്ങൾ സത്യം അറിയുക, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം നമുക്കറിയാം, ദൈവത്തിന്റെ വചനമാണ് സത്യം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ് സത്യം. ഐ ആം ദ ട്രൂത്ത്, ഞാനാണ് സത്യം എന്ന് ഈശോ പഠിപ്പിച്ചു. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥൻ കർത്താവായ യേശുവാണ്. നമ്മൾ എന്തുമാത്രം നമ്മുടെ വിശ്വാസത്തെ അറിയുന്നു, അത് വെറും ഒരു ഇന്റലക്ച്വലായ ബുദ്ധിപരമായ അറിവല്ല. വിശ്വാസത്തിന്റെ വെളിച്ചം നമ്മുടെ ആത്മാവിൽ എന്തുമാത്രം പ്രകാശിതമാകുന്നുവോ അത്രമാത്രം നമ്മൾ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ സമ്പന്നത തിരിച്ചറിഞ്ഞ് വിശ്വാസത്തെ കാക്കുന്നവരായി, നമ്മുടെ വിശ്വാസത്തോട് സമർപ്പണമുള്ളവരായി നമ്മളെല്ലാം മാറ്റപ്പെടുകയാണ്. ഇത് സംഭവിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ അറിയണം, നമ്മുടെ വിശ്വാസം നമ്മൾ അനുഭവിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ വേരുകൾ ഉറപ്പിക്കപ്പെടുമ്പോഴാണ് ഈ വിശ്വാസ സമ്പന്നത തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കുന്നത്. ആരെല്ലാം ഈ വിശ്വാസത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നുവോ അവർക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ടാകും. അവരുടെ ജീവിതങ്ങൾ അത്ഭുതമായി പരിശുദ്ധാത്മാവ് മാറ്റും. അവർ ഈ തലമുറയ്ക്ക് വിശ്വാസത്തിന്റെ സാക്ഷ്യമായി തീരുമെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിനാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ സ്വീകരിച്ച വിശ്വാസത്തോട് നമുക്ക് എന്തുമാത്രം കമ്മിറ്റ്മെന്റ്, സമർപ്പണമുണ്ട് എന്ന് ഇന്ന് തിരുവചനങ്ങളിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ വിശ്വാസത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട സമർപ്പണം, നമുക്കുണ്ടായിരിക്കേണ്ട പ്രതിബദ്ധത, വിശ്വാസത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട നിലനിൽപ്പും ദൃഢതയും അത് വളരെ ശക്തമാകണമെന്ന് ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. വിശുദ്ധ പൗലോസ് സഭയോട് ചോദിക്കുന്നുണ്ട്. കൊരിന്ത്യസ്കാർക്ക് ഇത് 2-ാമത്തെ ലേഖനം. എല്ലാവരും വേദപുസ്തകം എടുത്ത് നിങ്ങൾ ഒരുമിച്ച് വചനം വായിച്ച് നമുക്ക് ആ വചനത്തിന്റെ ക്രമ സ്വീകരിക്കാം. 13-ാം അധ്യായം 5-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. വളരെ ശക്തമായ ആത്മാവ് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഈ 6 ദിനങ്ങളിലെ ഈ ഒരു ശുശ്രൂഷ ഇത് വിശ്വാസത്തിന്റെ ഒരു പരിശോധനയാണ്. നമ്മൾ എന്തുമാത്രം നമ്മുടെ വിശ്വാസത്തെ അറിഞ്ഞനുഭവിക്കുന്നുണ്ട്? നമ്മുടെ വിശ്വാസം വളരുന്ന വിശ്വാസമാണോ? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എവിടം വരെ എത്തി? വിശ്വാസത്തിൽ നമുക്ക് എന്തുമാത്രം നിലനിൽപ്പുണ്ട്, ദൃഢതയുണ്ട്?
നമ്മുടെ വിശ്വാസത്തോട് നമുക്ക് എത്രമാത്രം ഒരു സമർപ്പണമുണ്ട് എന്ന് നമ്മോട് തന്നെ ചോദിക്കുവാൻ, നമ്മെ തന്നെ പരിശോധിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കി തന്നിരിക്കുന്ന 6 കൃപയുടെ ദിനങ്ങളിലൂടെയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മളെല്ലാവരും കടന്നു പോകും. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. എന്ത് പരിശോധിക്കണം? നമ്മുടെ വിശ്വാസത്തിന്റെ ദൃഢത പരിശോധിക്കണം. നമ്മുടെ വിശ്വാസത്തോട് നമുക്ക് എന്തുമാത്രം പ്രതിബദ്ധതയുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് നമ്മോട് പരിശോധിക്കുവാൻ ആത്മാവ് ആവശ്യപ്പെടുകയാണ്. നിസാര ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി നമ്മുടെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുന്നവരാണോ നമ്മൾ? നമ്മുടെ വിശ്വാസത്തെ നിസാരമായി ലാഘവമായി കാണുകയും അത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണോ നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മോട് തന്നെ ചോദിക്കുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്ന സമയം. എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ വലിയ തകർച്ചയുടെ ഒരു പ്രധാന കാരണം നമ്മുടെ വിശ്വാസത്തോട് നമുക്കൊരു സമർപ്പണമില്ല, ഒരു പ്രതിബദ്ധതയില്ല. അതുകൊണ്ട് കുടുംബങ്ങൾ നാശത്തിലേക്ക് പോകുന്നു. മാതാപിതാക്കളാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ, സഹോദരി സഹോദരങ്ങളാകട്ടെ, മക്കളാകട്ടെ, കർത്താവായ യേശുവിൽ നിന്ന്, പരിശുദ്ധ സഭയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പവിത്രമായ നമ്മുടെ വിശ്വാസത്തോട് നമുക്ക് എന്തുമാത്രം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിർമ്മല മനസ്സാക്ഷിയോടെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട സമയമാണ്. ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എന്തുമാത്രം വില കൊടുക്കുന്നുണ്ട്, അതിനു വേണ്ടി ത്യാഗമെടുക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം ജീവിക്കുവാനും ഈ വിശ്വാസത്തെ പ്രഘോഷിക്കുവാനും നമുക്ക് എന്തുമാത്രം ഇന്ന് തീഷ്ണതയുണ്ട്, സമർപ്പണമുണ്ട് എന്ന് നമ്മോട് തന്നെ പരിശോധിക്കുവാൻ ആത്മാവ് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം വിശ്വാസത്തിന്റെ ആവശ്യകത. സഹോദരങ്ങളെ, നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും വിശ്വാസമില്ലെങ്കിൽ നത്തിങ്, ഒന്നുമില്ല, ഒന്നും തന്നെയില്ല, വട്ടപൂജ്യമല്ല, 0 ലെവലിലേക്ക് നമ്മൾ നെഗറ്റീവാണ് സഹോദരങ്ങളെ. ഈ ലോകത്തിന്റെ ഭൗതികമായ നന്മകൾ എന്തുമാത്രം എന്നിൽ ഉണ്ടെങ്കിലും എന്നിൽ വിശ്വാസമില്ലെങ്കിൽ പരിശുദ്ധ വചനം പറയുന്നു, നീ ഒന്നുമല്ല, നത്തിങ്. വിശ്വാസമാണ് വളരെ പ്രധാനമായ, പരമപ്രധാനമായ കാര്യം. ഒന്നാമതായി വിശ്വാസത്തിന്റെ ആവശ്യകതയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. നമ്മൾ വളരെ വളരെ തിരിച്ചറിയണം. വിശ്വാസത്തോടു കൂടിയ പ്രവർത്തികൾക്ക് മാത്രമേ കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കാൻ പറ്റൂ. ഞാനൊരു അവിശ്വാസിയാണ്, കർത്താവായ യേശുവിൽ എനിക്ക് വിശ്വാസമില്ല, പരിശുദ്ധ വചനത്തിൽ വിശ്വാസമില്ല, പരിശുദ്ധ കുർബാനയിൽ എനിക്ക് വിശ്വാസമില്ല, എൻ്റെ വിശ്വാസത്തോട് എനിക്ക് യാതൊരു സമർപ്പണവുമില്ല, ഞാൻ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നു, ഒത്തിരി സോഷ്യൽ വർക്കുകളിൽ ഞാൻ പങ്കെടുക്കുന്നു, അനേകർക്ക് ഞാൻ നന്മ ചെയ്യുന്നു. നല്ല കാര്യം, വളരെ നല്ല കാര്യം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥത്തിൽ മഹത്വമുണ്ടാകുന്നത്, നമ്മുടെ ജീവിതം ദൈവിക അംഗീകാരത്തിന്റെ ജീവിതമായി മാറ്റപ്പെടുന്നത് വിശ്വാസത്തിലൂടെയാണ്. ഇത് കർത്താവിന്റെ സത്യവചനമാണ്. ഈ വചനത്തെ മാറ്റുവാൻ ആർക്കും സാധിക്കുകയില്ല. യേശു പറഞ്ഞു, ആകാശം ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനം മാറിപ്പോവുകയില്ല. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു? ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു കർത്താവേ. എന്റെ വചനം മാറിപ്പോവുകയില്ല, മാറിപ്പോകാത്ത നിത്യമായ വചനം. ആ വചനം വെളിപ്പെടുത്തുകയാണ്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഞാൻ ഒരുപാട് തീർത്ഥാടനങ്ങൾ നടത്തിയാലും, എന്തുമാത്രം ഞാൻ സൽപ്രവർത്തികൾ ചെയ്താലും അതിനൊക്കെ നന്മയുണ്ട് സഹോദരങ്ങളെ. പൊതുസമൂഹത്തിൽ അതിന് നന്മയുണ്ട്. നമുക്ക് പരസ്നേഹത്തിന്റെ പ്രവർത്തികൾ, ഇതെല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നമ്മൾ ചെയ്യണം. നമുക്ക് വിശ്വാസമില്ലാതെ, ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളോട് പറയാണ്, ഒരു 6 ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് ഈ നമ്പർ എത്രയാണ്, ഈ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കതിനെ എങ്ങനെയാ മറുപടി പറയാൻ പറ്റുന്നത്?
നിങ്ങൾ പറയും 6-0 എന്ന്. 6 7 10 0 ഇട്ടാലും ഈ സംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അത് 10 0 അല്ലെങ്കിൽ 8 0 അല്ലെങ്കിൽ 6 പൂജ്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൃത്യമായൊരു സംഖ്യ പറയാൻ പറ്റില്ല. എന്നാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇടതുവശത്ത് നമ്മൾ 1 2 3 ഒരു അക്കം അല്ലെങ്കിൽ 1 നിട്ട് കഴിഞ്ഞാൽ അത് വളരെ വളരെ വലിയൊരു സംഖ്യയായിട്ട് മാറി, വലിയൊരു സംഖ്യയായിട്ട് മാറി. ഇതുപോലെയാണ് സഹോദരങ്ങളെ, നമ്മൾ എന്തുമാത്രം സൽപ്രവർത്തികള്, ചാരിറ്റിയോ എന്തൊക്കെ ചെയ്താലും വിശ്വാസത്തിൽ അധിഷ്ഠിതമില്ലാതെ നമ്മൾ എന്തെല്ലാം പ്രവർത്തിച്ചാലും ഈ 0 0 0 ഇട്ടു പോകുന്നത് പോലെയാണ്. അതിന് മൂല്യമുണ്ടാകുന്നത്, അത് വാല്യുബിളായി മാറുന്നത് എൻ്റെ ജീവിതത്തിൽ വിശ്വാസം വരുമ്പോഴാണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഞാൻ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് അതിന് മൂല്യവും ആ മൂല്യം വർദ്ധിക്കുന്നത്. മനസ്സിലാക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വാസത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. എബ്രായ പുസ്തകം 11-ാം അധ്യായം 6-ാം വചനത്തിൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുൻപ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷി ലഭിച്ചു. ഹനോക്കിനെ കുറിച്ചാണ് വചനം പറയുന്നത്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഒരുമിച്ച് ഉച്ചത്തിലെ വചനം ഏറ്റുപറഞ്ഞ്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എത്ര ശക്തമാണ് ദൈവത്തിന്റെ വചനം! ഇതിന് പ്രത്യേക വ്യാഖ്യാനങ്ങളുടെ ഒന്നും ആവശ്യമില്ല സഹോദരങ്ങളെ. നമ്മൾ ആര് തന്നെയാണെങ്കിലും പരിശുദ്ധ വചനം പറയാ, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നിന്റെ ഒരു പ്രവർത്തിക്കും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ, കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കാൻ സാധിക്കും. അപ്പൊ വിശ്വാസത്തിന്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയും. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം എന്ന് പറയുന്നത് നാമമാത്ര വിശ്വാസമല്ല. നമ്മുടെ വിശ്വാസം ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട വിശ്വാസമാണ്. സഭയുടെ വിശ്വാസം കർത്താവിന്റെ വചനത്തിന് ചേർന്ന വിധമുള്ള വിശ്വാസമാണ്. ദൈവവചനത്തിന് വിരുദ്ധമായ, കർത്താവിന്റെ വചനത്തിന് യോജിക്കാത്ത അതൊന്നും സത്യവിശ്വാസത്തിന്റെ അടയാളങ്ങളല്ല, ജീവിതമല്ല സഹോദരങ്ങളെ. നമ്മുടെ വിശ്വാസത്തിന് നാഥൻ കർത്താവായ യേശുവാണ്. ക്രിസ്തുവിന് യോജിക്കാത്തതും ദൈവവചനത്തിന് നിരക്കാത്തതുമായ വിശ്വാസം ഇന്ന് ലോകത്തിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഞാൻ ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട വിശ്വാസമാണ്, അതാണ് സത്യവിശ്വാസം, അതാണ് ക്രിസ്തീയ വിശ്വാസം. ഈ വിശ്വാസമില്ലാതെ ഞാൻ എന്തെല്ലാം ചെയ്താലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം തന്നെ പഠിപ്പിക്കുന്നു. വേറെ ആരുടെയും ഒരു വ്യക്തിപരമായ വെളിപ്പാടല്ല ഇത്. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് കർത്താവിന്റെ സത്യത്തിന്റെ വചനമാണ്. ആ വചനം പറയുന്നത് നിനക്ക് വിശ്വാസം ഉണ്ടാവണം. രണ്ടാമത്, വിശ്വാസത്തിന്റെ ആവശ്യകതയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവിന്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ അവന്റെ ഗ്ലോറിയസ് പ്രസൻസ്, മഹത്വമേറിയ സാന്നിധ്യം ദർശിക്കുവാൻ അനുഭവിക്കാനും പറ്റണമെങ്കിൽ സഹോദരങ്ങൾ, എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ മറിയത്തോട് പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. 11:40 പറയാണ്. എന്താ പറയുന്നത്? യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? യു ബിലീവ്. വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ പറ്റുന്നത്, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നത്. എന്റെ സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ കർത്താവിന്റെ ആ പ്രസൻസ്, കർത്താവിന്റെ ഗ്ലോറി കാണാൻ പറ്റില്ല. അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, ദൈവപ്രവർത്തികളെ കൊണ്ടുവരുന്നത് നമ്മുടെ വിശ്വാസമാണ്. നീ വിശ്വസിച്ചാൽ എൻ്റെ മഹത്വം നീ കാണുമെന്ന് ഈശോ പറയാം. നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ, സമൂഹത്തിൽ, മിനിസ്ട്രിയിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിലെല്ലാം ഈ മഹത്വം കാണണമെങ്കിൽ ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാവും. ചഞ്ചലിക്കുന്ന വിശ്വാസമല്ല, മാറിപ്പോകുന്ന വിശ്വാസമല്ല.
വീണ്ടും വിശ്വാസത്തിന്റെ ആവശ്യകതയിൽ കർത്താവ് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47-ാമത്തെ വചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട്. ആമേൻ. ആർക്കാണ് നിത്യജീവൻ സഹോദരങ്ങളെ? കർത്താവായ യേശുക്രിസ്തുവിൽ ആരെല്ലാം വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ ഉള്ളത്. അവർ നിത്യജീവനിലാണ്. നമ്മുടെ നിത്യജീവൻ കർത്താവായ യേശുവാണ്. നമ്മുടെ നിത്യജീവൻ. വിശ്വസിക്കാത്തവനിൽ നിത്യജീവനില്ല. നമ്മൾ എന്തുമാത്രം, ഞാൻ പറഞ്ഞു, എന്തുമാത്രം ചില ആൾക്ക് നല്ലതാണ്, വളരെ നല്ലതാണ്, നമുക്കത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. പക്ഷേ അതെല്ലാം വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട പ്രവർത്തികളാകണം. ഞാൻ ചിലർ ഇപ്രകാരം പറയുന്നത്, എനിക്ക് വിശ്വാസം, ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്യുന്ന മനുഷ്യനാണ്. എനിക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ല, ദൈവവചനത്തിൽ ഒട്ടും വിശ്വാസമില്ല. മനുഷ്യരെ സഹായിക്കും, മനുഷ്യർക്ക് വേണ്ടി നന്മകൾ ചെയ്യും, വളരെ നല്ലത്. അതിലെല്ലാം ദൈവകൃപ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സഹോദരങ്ങളെ, നിനക്ക് നിത്യജീവൻ വേണോ? നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. നീ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ. ഹല്ലേലൂയ. ഇത് ഷാർപ്പാണ് കർത്താവിന്റെ വചനം. ഇത് കലർപ്പില്ലാത്ത വചനമല്ലേ, മായമില്ലാത്ത വചന. സഹോദരങ്ങളെ, നമുക്ക് നിത്യജീവനിൽ വസിക്കാൻ പറ്റണമെങ്കിൽ അടിയുറച്ച ക്രിസ്തു വിശ്വാസം നമുക്കുണ്ടാവണം. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. വിശ്വസിക്കാത്തവൻ അവൻ ജീവൻ ദർശിക്കില്ല എന്ന് മറ്റൊരു ഭാഗത്ത് യോഹന്നസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ ആവശ്യകതയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 9-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എഫ്രായിമിന്റെ തലസ്ഥാന സമരിയായും അധിപൻ റമാലിയുടെ പുത്രനുമാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കില്ല. നിനക്ക് സുസ്ഥിതി ഉണ്ടാവില്ല. നിനക്ക് ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ, അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ, നിന്റെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ നീ വിശ്വസിക്കണമെന്ന് ആത്മാവ് പഠിപ്പിക്കുകയാണ്. നീ വിശ്വസിക്കണം. വിശ്വസിക്കാത്തവർക്ക് സുസ്ഥിതി ഉണ്ടാവില്ല. സുസ്ഥിതിയില്ല സഹോദരങ്ങളെ, സമാധാനമില്ല, ആനന്ദമില്ല. പണമുണ്ടാകാം, പദവികൾ ഉണ്ടാകാം, പ്രതാപങ്ങൾ ഉണ്ടാകാം, ലോകത്തിന്റെ മുൻപിൽ വലിയ സ്ഥാനമാനങ്ങൾ, സ്വാധീനങ്ങളെല്ലാം ഉണ്ടാകാം. നിന്റെ ഹൃദയത്തിൽ സ്വസ്ഥത വേണോ, ആനന്ദം വേണോ? നീ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാകണം. വിശ്വസിക്കാത്തവർക്ക് സുസ്ഥിതി ലഭിക്കില്ല, സുസ്ഥിതി ലഭിക്കില്ല. ദൈവത്തിന്റെ വചനം ഇതൊക്കെ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. വിശ്വാസത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കുവാൻ, ജ്വലിപ്പിക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വചനങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുവാനായിട്ട്. വീണ്ടും യേശു പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 9:23 എന്താണ് യേശു പറഞ്ഞത്? കഴിയുമെങ്കിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. അസാധ്യതകൾ സാധ്യതകളാകുന്നു വിശ്വാസത്തിന്റെ മുൻപിൽ. 100 ആയിരക്കണക്കിന് അനുഭവങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പറ്റും. അനുഭവങ്ങൾ അധികം പറയാത്തത് ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, അഭിഷേകം ചെയ്യുന്നത്. അതുകൊണ്ട് വചനം ധ്യാനിക്കുക, വചനം ഭക്ഷിക്കുക, വചനം സ്വീകരിക്കാൻ വേണ്ടിയാണ് അധിക അനുഭവങ്ങളിലേക്ക് പോകാതെ വചനത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസത്തിന് അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റുവാൻ പറ്റും. അതുകൊണ്ട് യേശു പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും, എല്ലാ കാര്യങ്ങളും സാധിക്കും. ഒന്ന് വിശ്വസിച്ചിട്ട് 3 പ്രാവശ്യം ആമേൻ പറഞ്ഞ് ഈ വചനത്തിന് കൃപ സ്വീകരിച്ച് ആമേൻ, 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 ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. കർത്താവിന്റെ വാക്കുകളിൽ നമുക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട്? അവർ ശക്തിയോടെ കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞ് അവിടത്തേക്ക് മാത്രം കൊടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. മൈറ്റി ലോർഡ്, മൈറ്റി അനോയിന്റിംഗ്, മൈറ്റി അനോയിന്റിംഗ്. ആമേൻ.
വിശ്വാസത്തിന്റെ ആവശ്യകതയിൽ വീണ്ടും ഈശോ പഠിപ്പിച്ചു. മാർക്കോസിന് സുവിശേഷം 11:24 എന്ത് ഈശോ പറഞ്ഞത്? അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ല സഹോദരൻ. കാരണം തൻ്റെ വചനത്തിന് വിരുദ്ധമായി ഒന്നും തന്നെ കർത്താവ് പ്രവർത്തിക്കില്ല. കാരണം കർത്താവ് വചനമാണ്, പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ആത്മാവാണ്. അപ്പൊ ദൈവവചനത്തിന് നിരക്കാത്ത, ദൈവവചനത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരം കിട്ടില്ല സഹോദരങ്ങൾ. ചിലപ്പോൾ കർത്താവ് നമുക്കതിന് ഉത്തരമൊക്കെ കിട്ടിയെന്ന് വരും, പക്ഷേ അതൊരിക്കൽ നമുക്ക് അനുഗ്രഹമാവില്ല. പിന്നീടുള്ള ജീവിതത്തിൽ അത് കെണികളായി, പ്രശ്നങ്ങളായി മാറുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ഇസ്രായേൽ ജനം അവര് നിങ്ങൾക്ക് ഇറച്ചി വേണം, മാംസം വേണമെന്ന് പറഞ്ഞ് അവര് നിലവിളിച്ചു, ദൈവത്തിനെതിരെ പുറപുറത്തു. അവസാനം അവരുടെ നിലവിളിക്ക് കർത്താവ് ഉത്തരം കൊടുത്തു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു? അത് അനേക ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹത്തേക്കാൾ ഉപരി നാശമായി, തകർച്ചയായിട്ട് മാറി. അപ്പൊ ദൈവവചനത്തിന് ചേരാത്ത ഒരു ആഗ്രഹവും നമുക്ക് വേണ്ട. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും കർത്താവിന്റെ വചനത്തിൽ അടിസ്ഥാനമുള്ളതാകണം. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് വ്യക്തിപരമായ ആവശ്യങ്ങളാകട്ടെ, കുടുംബത്തിന്റെ ആവശ്യങ്ങളാകട്ടെ, മക്കളോടുള്ള ബന്ധത്തിലെ ആവശ്യങ്ങളാകട്ടെ, നമ്മുടെ തൊഴിൽ മേഖലകളിലാകട്ടെ, കർത്താവിന്റെ വചനത്തിന് ചേരുന്ന ആവശ്യങ്ങൾ നിങ്ങൾ എന്തും ചോദിച്ചോ. ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്രകാരം യാചിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതാരാ പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തു, സർവശക്തനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണിത്. വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസമില്ലാതെ ഇതൊന്നും സാധിക്കില്ല സഹോദരങ്ങളെ. ഞാൻ ഈ ദിനങ്ങളിലൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വിശ്വാസമാണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസമില്ലെങ്കിൽ നത്തിങ്. വിശ്വാസത്തിന്മേലാണ് ഇതെല്ലാം ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവകൃപ വ്യാപരിക്കുന്നത്, ദൈവാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്നത്. ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. അതുകൊണ്ട് കർത്താവ് ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ മുൻപ് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഇത് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ, നീ പ്രാർത്ഥിക്കുന്നുവോ എന്നല്ല കർത്താവ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിനക്കതിൽ കൃപയുണ്ടോ എന്നല്ല കർത്താവ് ചോദിക്കുന്നത്. നിനക്കതിൽ വിശുദ്ധിയുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. നിനക്ക് വിശ്വാസമുണ്ടോ? എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? വിശ്വാസത്തിന്മേലാണ് ദൈവ പ്രവർത്തനങ്ങളെല്ലാം സംഭവിക്കുന്നത്. ആമേൻ. സഹോദരങ്ങളെ, വിശ്വാസം വർദ്ധിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വിശ്വാസം ദൃഢതയുള്ളതാകാൻ, ഉറപ്പുള്ള വിശ്വാസമായി മാറാൻ നമ്മൾ ആഗ്രഹിക്കണം. നിസ്സാര ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന നേട്ടങ്ങളും വളർച്ചകളെല്ലാം, ഞാൻ ഉറപ്പോടെ പറയുന്നു, പിന്നീടുള്ള നാളുകളിൽ നമുക്ക് കെണികളായി, പ്രശ്നങ്ങളായി, കൊടിയ തകർച്ചകളായി മാറുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. എത്ര പേരുടെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, പലരും പങ്കുവെച്ചിട്ടുണ്ട്. ഇത് സത്യമാ ബ്രദറെ. അപ്പോൾ കാര്യം നടക്കാൻ വേണ്ടി, താൽക്കാലികമായ നേട്ടത്തിനും ലാഭത്തിനും വേണ്ടി പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ നഷ്ടപ്പെടുത്തി, വിശ്വാസം തള്ളിക്കളഞ്ഞു, ഞങ്ങളെ പ്രതിബദ്ധത ഇല്ലാതെ പോയി. പക്ഷെ അതിലൂടെ നേടിയ ചില നേട്ടങ്ങളും വളർച്ചകളൊക്കെ പിന്നീട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ പല അസ്വസ്ഥതകൾക്കും തകർച്ചകൾക്കും അത് ഞാൻ നേടിയില്ലായിരുന്നുവെങ്കിൽ, അന്ന് എൻ്റെ വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് ഈ നാശം സംഭവിക്കില്ലായിരുന്നു, ഈ തകർച്ച വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന, കരയുന്ന എത്രയെത്ര ജീവിതങ്ങളെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് സഹോദരങ്ങളെ.
വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നേട്ടങ്ങള്, ലാഭങ്ങള്, വളർച്ചകള്, സുഖങ്ങള്, അങ്ങനെയുള്ള സന്തോഷങ്ങള് വേണ്ട എന്ന് വെക്കാനുള്ള സമർപ്പണം എനിക്കും നിങ്ങൾക്കുണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. വിശ്വാസത്തോടുള്ള നമ്മുടെ സമർപ്പണത്തിലേക്ക് ഇനിയുള്ള സമയം കർത്താവ് നമ്മളെ നയിക്കുകയാണ്. നമ്മുടെ കമ്മിറ്റ്മെന്റ്, വിശ്വാസത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത എപ്രകാരമുള്ളതാകണം. മോശ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നോക്കി എന്നെ ഒരുപാട് സ്വാധീനിച്ച ദൈവത്തിന്റെ പ്രവാചകനാണ് മോശ. അത്രമാത്രം സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും എല്ലാം കടന്നുപോയവൻ. അത്രമല്ല, മോശയെക്കുറിച്ച് പറയുന്ന മനോഹരമായ ദൈവവചനമുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങള് അവിടെ 7-ാം അധ്യായം 22-ാം വചനത്തിലാണ്. 7:22. ഈജിപ്തുകാരുടെ എല്ലാ വിജ്ഞാനവും മോശ നേടി, വാക്കിലും പ്രവൃത്തിയിലും അവൻ കരുത്തുള്ളവനായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ആ നാളുകളിൽ ഈജിപ്തിൻ്റെ അധികാരിയായ ഫറവോ മരിച്ചാൽ അടുത്ത ഫറവയായി മാറാനുള്ള എല്ലാ കഴിവും പ്രാപ്തിയും സാമർഥ്യവുമുള്ള ഒരു നല്ല യൗവനമുള്ളവൻ, നല്ല ചുറുചുറുക്കുള്ള സമർത്ഥനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അന്ന് മോശ. ഈജിപ്തിന്റെ എല്ലാ വിദ്യകളും, ലോകമെന്ന് അറിയപ്പെടുന്ന വലിയ ആർക്കിടെക്റ്റ് ആയിരുന്നു മോശ. വലിയ വലിയ പിരമിഡുകളെല്ലാം പണിതവൻ. അത്രമാത്രം അറിവും പാണ്ഡിത്യവും സാമർഥ്യമുള്ള സമർത്ഥനായൊരു ചെറുപ്പക്കാരൻ. അവന് വേണമെങ്കിൽ ഈജിപ്തിന്റെ ഫറവയായിട്ട് മാറാമായിരുന്നു. ഇത് പ്രസംഗിക്കാൻ എളുപ്പ സഹോദരങ്ങളെ, പ്രസംഗിക്കാൻ എളുപ്പ. ഞാൻ ആ ബൈബിൾ സീരീസ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്തുമാത്രം നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ ഏതൊരു മനുഷ്യന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഉന്നതമായ പദവി, ലോകത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ് ഫറവോ. എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമൃദ്ധിയും സമ്പത്തും സ്ഥാനമാനങ്ങളും മണി പവറും പൊളിറ്റിക്കൽ പവറും എല്ലാം ഉള്ളവനാണ്. ലോകത്തിന്റെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിത്വമാണ് അന്നാളുകളിൽ ഈജിപ്തിലെ ഫറവോ. എന്നാൽ സഹോദരങ്ങളെ, പരിശുദ്ധ വചനം പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഇത്രയും ഉന്നതമായ പദവി, തനിക്ക് ലാഭകരമായിരുന്ന സുഖ സൗകര്യങ്ങള്, സമ്പത്ത്, എല്ലാവിധത്തിലുള്ള സമ്പൽ സമൃദ്ധികള്, ഇതെല്ലാം മോശ എന്ത് ചെയ്തുവെന്ന ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ, ഇതെങ്ങനെ ഒരു മനുഷ്യന് സാധിക്കുന്നത്? തൻ്റെ വിശ്വാസത്തോടുള്ള സമർപ്പണമാണത്. ദൈവം തനിക്ക് തന്ന വിളിയോടുള്ള, തൻ്റെ കർത്താവിനോടും തൻ്റെ ദൈവത്തിൽ നിന്ന് താൻ ഏറ്റെടുത്ത വിശ്വാസത്തോടുമുള്ള പ്രതിബദ്ധതയാണ് മോശ എന്ന ദൈവ മനുഷ്യനിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, ഇതുവരെ ഒരു ഇൻഫർമേഷനായി നിങ്ങൾ പങ്കുവെക്കാനല്ല, ഈ ഒരു ചൈതന്യമാണ്, അഭിഷേകമാണ് ഇന്ന് ഞാനും നിങ്ങളും സ്വന്തമാക്കേണ്ടത്. എബ്രായ പുസ്തകം 11:24 ദൈവത്തിന്റെ വചനം പറയുന്നു, മോശ വളർന്നു വന്നപ്പോൾ ഫറവയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. വിശ്വാസം മൂലം നിഷേധിച്ചു. ഈജിപ്തിന്റെ സമ്പൽ സമൃദ്ധി എനിക്ക് വേണ്ട, ലോകത്തിലെ ഏറ്റവും ഉന്നതമായ പദവി, ഫറവോ സ്ഥാനം എനിക്ക് വേണ്ട, ഈജിപ്തിന്റെ സമ്പാദ്യങ്ങൾ എനിക്ക് വേണ്ട, ഈജിപ്തിന്റെ സമൃദ്ധി എനിക്ക് വേണ്ട. എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇപ്രകാരം തീരുമാനമെടുക്കാൻ പറ്റിയ സഹോദരൻ? വിശ്വാസം മൂലം നിഷേധിച്ചു. അവൻ നോ പറയാണ്. ഞാൻ ഇന്ന് കാലത്ത് കാപ്പി കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചായ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് ബിരിയാണി കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനമാണ് സഹോദരങ്ങള്. ഏതൊരു മനുഷ്യനും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും സുഖ സൗകര്യങ്ങളും ഉന്നതമായ പദവിയും സമ്പത്തും രാഷ്ട്രീയ ശക്തിയും എല്ലാം വിശ്വാസം മൂലം അവൻ നിഷേധിക്കുകയാണ്. എനിക്കിത് വേണ്ട, എനിക്ക് ഈ പദവികൾ വേണ്ട, ഈ സമ്പൽ സമൃദ്ധി എനിക്ക് വേണ്ട, ഈ സുഖ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട.
മോശ ഒരു മന്ദബുദ്ധി ആയതുകൊണ്ടോ അവന് വിവേകമില്ലാതെ, സെൻസില്ലാതെ പറയുന്നത് കൊണ്ടല്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസം മൂലം അവനത് വേണ്ടെന്ന് വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, വിശ്വാസം മൂലം തന്റെ വിശ്വാസത്തോട് മോശയ്ക്കുണ്ടായിരുന്ന സമർപ്പണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സഹോദരങ്ങൾ? ഞാൻ ഈ പങ്കുവയ്ക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? തന്റെ വിശ്വാസത്തോടുണ്ടായിരുന്ന പ്രതിബദ്ധത നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് വന്നേ. നിസ്സാര ലാഭങ്ങൾക്ക് വേണ്ടി, ഒരു ജോലി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വിദേശത്തേക്ക് ഒന്ന് യാത്ര പോകാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിന് മുമ്പിൽ ഒരു വളർച്ചയും ഉന്നതിയും കിട്ടാൻ വേണ്ടി, ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി, ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെന്റും ചെയ്യാൻ നമ്മൾ അത് ലീഗലായിട്ട് ഇല്ലീഗലായി പലതും പ്രവർത്തിക്കാനും ചെയ്യാനും നമ്മൾ റെഡിയാ സഹോദരങ്ങളെ. എനിക്ക് നേട്ടം ഉണ്ടാവണം, എൻ്റെ മക്കൾക്ക് വളർച്ചയുണ്ടാവണം, എനിക്ക് വിദേശത്ത് പോകണം, എനിക്ക് അവിടെ ജോലി കിട്ടണം, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് അത് ചില കള്ളത്തരങ്ങൾ കാണിച്ചാലും കുഴപ്പമില്ല. ദൈവവചനം അതെന്നെ വിലക്കുന്നുണ്ടെങ്കിലും അവിടെ ഞാൻ കണ്ണടക്കുകയാണ്. അവിടെ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഈ ലോകത്തിന്റെ നേട്ടങ്ങളും ഉയർച്ചകളും ഈ ലോകത്തിന് നൈമിഷികമായിട്ടുള്ള സന്തോഷങ്ങളും സ്വന്തമാക്കുന്ന അനേകരി തലമുറയിലുണ്ട്. ഒപ്പം ഞാൻ പറയട്ടെ, തന്റെ വിശ്വാസത്തെ പ്രതി, തന്റെ വിശ്വാസത്തോടുള്ള സമർപ്പണത്തെ പ്രതി ലോകത്തിൽ തനിക്ക് ഉണ്ടായ പല നന്മകളും വേണ്ടെന്ന് വെച്ച പലരും ഈ തലമുറയിലുണ്ട്. നല്ല സാലറിയുള്ള ജോലി, പക്ഷേ പല ചെറുപ്പക്കാരും പറഞ്ഞിട്ടുണ്ട് വിശ്വാസവുമായി ചേർന്ന് പോകാൻ പറ്റുന്നില്ല, വിശ്വാസം അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരൊക്കെ പലരും എതിർത്തു. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, തൻ്റെ വിശ്വാസത്തോടുള്ള സമർപ്പണത്തെ പ്രതി ആ ഉയർന്ന ജോലി വേണ്ടെന്ന് വെച്ചവര് ഇന്നൊരു ജോലി കേട്ട എന്തൊരു പ്രയാസം എന്നറിയോ? ചെക്കേനിൽ വന്ന ചില ടെസ്റ്റ് മണികള്, ശാലൂമിലും നമുക്ക് ഇതുപോലെ ചില ടെസ്റ്റ് മണികൾ കേൾക്കാൻ പറ്റും. വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തവരെ, വിശ്വാസ സാക്ഷ്യത്തിന് വേണ്ടി ഈ ലോകത്തിന്റെ ഉന്നതമായ വളർച്ചകളും സമ്പാദ്യങ്ങളും നിഷേധിച്ചവര്, വേണ്ടെന്ന് വെച്ചവര്, എത്ര അനുഭവങ്ങളുണ്ട് സഹോദരങ്ങളെ. ഇത് ജോലി മേഖലയിലും ബിസിനസ്സില് വേണമെങ്കിൽ കോടീശ്വരന്മാരെ കോടികൾ സമ്പാദിക്കാമായിരുന്നു. ദൈവത്തിന്റെ വചനം ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു ബിസിനസ്സാണ്. ബാർ ഹോട്ടലുകൾ അതിന് ലൈസൻസ് റദ്ദാക്കി കളഞ്ഞ പലരും കേരള സഭയിലുണ്ട്. എനിക്ക് ബാർ നടത്തിയിട്ടുള്ള പണം വേണ്ട, മദ്യം വിറ്റുകൊണ്ടുള്ള പൈസ വേണ്ട, അതെന്റെ തലമുറയ്ക്ക് വേണ്ട. ഇത്രയും നാളും അജ്ഞതയുടെ കാലം മൂലം ഞാൻ ഇതൊക്കെ ചെയ്തു പോയി. അനുതാപ ഹൃദയത്തോടെ ബാർ ലൈസൻസ് വേണ്ടെന്ന് വെച്ച് അത് ക്യാൻസൽ ചെയ്ത് അപ്രകാരമുള്ള ബിസിനസ്സുകൾ നിർത്തിയ പലരും ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. അവര് മണ്ടന്മാരും പൊട്ടന്മാരായതുകൊണ്ടല്ല, വിശ്വാസത്തെ പ്രതി തങ്ങൾ തിരിച്ചറിഞ്ഞ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയെ പ്രതിയാണ് ഇതെല്ലാം അവർ വേണ്ടെന്ന് വെച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസാര ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും നൈമിഷികമായ ചില വളർച്ചകൾക്കും സുഖങ്ങൾക്കും വേണ്ടി നിന്റെ വിശ്വാസത്തെ നീ നിസാരമായി തള്ളിക്കളയരുത്, ലാഘവമായി കാണരുത്, അതിനെ കോംപ്രമൈസ് ചെയ്യരുത്. നീ വിശ്വാസത്തിന് വേണ്ടി നിന്നാൽ നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിന്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വഴികളെ കർത്താവ് തുറന്നു തരും. നിന്റെ മുൻപിലുള്ള അസാധ്യതകളെ സാധ്യതകളാക്കും. നിന്റെ മുൻപിലുള്ള പർവ്വതങ്ങളെ സമതലങ്ങളാക്കി മാറ്റും. എപ്പോഴാ നീ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളും, നിന്റെ വിശ്വാസം നീ മുറുകെ പിടിക്കുമ്പോൾ, നിന്റെ വിശ്വാസത്തോട് നിനക്ക് സമർപ്പണം ഉണ്ടാകുമ്പോൾ, നിനക്ക് വേണ്ടി അസാധാരണമായ പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ.
സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ശക്തമായൊരു അഭിഷേകം കർത്താവ് പകരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തോടെ സമർപ്പണമുള്ളവരാണ്, വിശ്വാസത്തോടെ പ്രതിബദ്ധതയുള്ളവരാകാം, ജീവിതത്തിൽ എപ്പോഴും എവിടെയും വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരാകാം, വിശ്വാസം ജീവിക്കുന്നവരാകാം. കൃപ തരണമേ, കൃപ ചെയ്യണമേ. ആഗ്രഹിച്ച് ആഗ്രഹിച്ച് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു യേശുവേ, ഈശോ, 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 ഈശോയെ, ഈശോയെ. വിളിച്ചു 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 പ്രാർത്ഥിക്കുക, വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുക. അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ പരിശുദ്ധാത്മ. അഭിഷേകം വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മ. വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങളൊന്ന് കോർത്തു പിടിച്ച്, കൈകളൊന്ന് കോർത്തു പിടിച്ച് ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിച്ചു പാടുകയില്ല. വിശ്വാസത്തോടെ സമർപ്പണമുള്ളതാണ്, നമ്മുടെ വിശ്വാസത്തോട് പ്രതിബദ്ധതയുള്ളവരാണ്. ആമേൻ, ആമേൻ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. വിശ്വാസം വർദ്ധിപ്പിക്കണം, വിശ്വാസം വളർത്തണം, വിശ്വാസം വളർത്തണമേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പ്രിയ ദൈവ പൈതലേ, നിന്റെ വിശ്വാസത്തോട് നിനക്ക് സമർപ്പണമുണ്ടാകണം. പ്രണയിച്ച പെണ്ണിനെ കിട്ടാൻ വിശ്വാസം ഉപേക്ഷിക്കുന്ന എത്ര ജീവിതങ്ങളാണ്. പ്രണയിച്ച പുരുഷനെ കിട്ടാൻ വിശ്വാസം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് പരിശുദ്ധ കുദാശകളെ അവഗണിച്ച് സ്വന്തം കുടുംബത്തെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് താൻ പ്രണയിച്ച പുരുഷന്റെയും പെണ്ണിന്റെയും പുറകെ പോകുന്ന എന്തോരം കാഴ്ചകൾ. ഭാര്യയും മക്കളും ഉണ്ട്, അല്ലെങ്കിൽ ഭർത്താവും മക്കളുണ്ട്. കുടുംബജീവിതത്തിൽ അവിശ്വസ്തത കാണിച്ച് വിവാഹേതര ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്ന, മക്കളെ ഇട്ട് കളഞ്ഞു പോകുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ള പുരുഷന്മാര് എവിടെയാ സഹോദരങ്ങളെ വിശ്വാസം? നിസ്സാര സുഖത്തിനും ശരീരത്തിന്റെ ഭോഗേച്ഛകൾക്കും വേണ്ടി വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നവരെ പരിശുദ്ധാത്മ പറയാ, നിന്റെ വിശ്വാസത്തോട് നിനക്ക് സമർപ്പണമുണ്ടാകണം. അതേതു മേഖലയിൽ എവിടെയും എപ്പോഴും വിശ്വാസം മുറുകെ പിടിക്കണം, വിശ്വാസം മുറുകെ പിടിക്കണം. അത് ജീവിതത്തിൻ്റെ ഏത് സമയത്തും മോശപ്രവാചകൻ കണ്ടു. ഇത്രയും ഉന്നതമായ വിശ്വാസം മൂലം നിഷേധിക്കുകയാണ്. എനിക്കിത് വേണ്ട, എൻ്റെ വിശ്വാസം ഇത് അനുവദിക്കുന്നില്ല, എൻ്റെ ദൈവവിളി ഇത് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ പറയുന്നത് 11:25, എബ്രായ പുസ്തകം 11:25 ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ
ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് മോശ ഇഷ്ടപ്പെട്ടത്. ഈജിപ്തിലെ പാപത്തിന് നൈമിഷികമായ സുഖങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. ഇഷ്ടംപോലെ സുഖിക്കാമായിരുന്നു, പാപത്തിന്റെ സുഖഭോഗങ്ങൾ ആവോളം അനുഭവിക്കാമായിരുന്നു മോശയ്ക്ക്. പക്ഷെ പാപത്തിന് നൈമിഷിക സുഖങ്ങളെക്കാളും ഈജിപ്തിലെ വിലയേറിയ നിധികളെക്കാളും മോശ വിലപ്പെട്ടതായി തന്റെ വിശ്വാസത്തെ മാനിക്കുകയാണ്, ആദരിക്കുകയാണ്. അതാണ് കമ്മിറ്റ്മെന്റ്, വിശ്വാസത്തോടുള്ള സമർപ്പണം. അതാണ്. നമുക്ക് പലതും നഷ്ടപ്പെടും. നമ്മൾ വിശ്വാസം മുറുകെ പിടിക്കുമ്പോൾ, വിശ്വാസം ജീവിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ പല വിധത്തിലുള്ള പ്ലഷേഴ്സ്, സന്തോഷങ്ങൾ, സുഖങ്ങൾ, നിറങ്ങൾ, വർണ്ണങ്ങൾ, ഈ ലോകം വെച്ച് നീട്ടിത്തരുന്ന പല വിധത്തിലുള്ള നൈമിഷികമായിട്ടുള്ള വളർച്ചകൾ, നേട്ടങ്ങൾ, എല്ലാം നമുക്ക് നഷ്ടപ്പെടും സഹോദരങ്ങളെ. ഒരു സംശയവുമില്ല, നമുക്ക് നഷ്ടപ്പെടും. മോശയെ പോലെ വിശ്വാസം മൂലം അതിനുള്ള നോ പറയാനുള്ള കമ്മിറ്റ്മെന്റ് ആണ് ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് വേണ്ടത്, കുടുംബങ്ങൾക്ക് വേണ്ടത്, സമർപ്പിതർക്കും വന്യവൈദികർക്കും അൽമായ പ്രേക്ഷിതർക്കും നമ്മുടെ യുവജനങ്ങൾക്കെല്ലാം ഒരുപോലെ വേണ്ടത് നമ്മുടെ വിശ്വാസത്തോടുള്ള സമർപ്പണമാണ്. വിശ്വാസത്തെ പ്രതി അതെല്ലാം നിഷേധിക്കുവാനുള്ള പ്രതിബദ്ധത. ഇതിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നത് സഹോദരങ്ങളെ. എത്ര ധീരമായി ഉറച്ചൊരു നിലപാടായിരുന്നു വിശ്വാസത്തെ പ്രതി. നിങ്ങൾ ചിന്തിക്കണം, ആദിമ സഭയെ കുറിച്ച്, നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് പറയുന്ന വചനമുണ്ട്. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. വിശ്വാസത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയവർ, എല്ലാം നഷ്ടപ്പെടുത്തി, കുടുംബം നഷ്ടപ്പെടുത്തി, ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തി, മക്കളെ നഷ്ടപ്പെടുത്തി, ഭർത്താവിനെ, ഭാര്യയെ, പേരൻസിനെ എല്ലാം നഷ്ടപ്പെടുത്തി, ഈ ലോകത്തെ പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയവർ. എന്തിനെ പ്രതി? വിശ്വാസത്തെ പ്രതി നഷ്ടപ്പെടുത്തിയവരുടെ ജീവിത അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഹെബ്രായ പുസ്തകത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതൊന്നും കെട്ടുകഥകളല്ല പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രത്തിൽ നിറവേറപ്പെട്ട പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണ്ടേ, നമുക്ക് വിശ്വാസത്തോട് പ്രതിബദ്ധതയുള്ളവരാകണ്ടേ. ആ നിലനിൽപ്പാണ് നമുക്കിന്ന് വേണ്ടത്, ആ ദൃഢതയെ നമുക്കിന്ന് വേണ്ടത്. തൊട്ട വാടിപ്പോകുന്ന വിശ്വാസമല്ല, അതല്ല ക്രിസ്തീയ കത്തോലിക്ക വിശ്വാസം. അത് നിലനിൽക്കുന്ന വിശ്വാസമാണ്. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും അത് നിലനിൽക്കുന്ന വിശ്വാസമാണ്, വളരുന്ന വിശ്വാസമാണ്, വർദ്ധിച്ചു വരുന്ന വിശ്വാസമാണ്. ഈ വിശ്വാസത്തിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ വിളിക്കുകയാണ് സഹോദരങ്ങളെ. ഇത് പറയുമ്പോൾ ശക്തമായ ഒരു ആത്മപകർച്ച എൻ്റെ മേൽ വ്യാപരിക്കുന്നു. കർത്താവിന്റെ മഹത്വത്തിന്റെ ഒരു പൊതിച്ചൽ എനിക്ക് അനുഭവിക്കാൻ പറ്റും. പലർക്കും കർത്താവ് ഈ അനുഭവം കൊടുക്കുന്നു. സ്വീകരിച്ചോ വിശ്വാസത്തിൽ നിങ്ങൾ സ്വീകരിച്ചോ. കർത്താവെ പ്രവർത്തിക്കണം. എബ്രായ പുസ്തകം 11-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വചനങ്ങൾ നിർത്തി നിങ്ങൾ ഉച്ചത്തിൽ വായിക്കണം. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനർജീവനത്തിലൂടെ തിരിച്ചു കിട്ടി. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു വിശ്വാസത്തെ പ്രതി. മെച്ചപ്പെട്ട ഉദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല വിശ്വാസത്തെ പ്രതി. ചിലരുടെ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. എന്തിനെ പ്രതി? വിശ്വാസത്തെ പ്രതി, വിശ്വാസത്തോടുള്ള സമർപ്പണത്തെ പ്രതി. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടി മുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു. ചുരുക്കത്തിൽ സഹോദരി സഹോദരങ്ങളെ, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാം ഉള്ളവരായിരുന്നവർ. വിശ്വാസത്തെ പ്രതി എല്ലാം കുടുംബം നഷ്ടപ്പെട്ടു, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, ഇവിടെ ബിസിനസ് നഷ്ടപ്പെട്ടു,
ലോകത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരായി ഗുഹകളിലും വനങ്ങളിലും മാളങ്ങളിലും അവർ വസിക്കേണ്ടി വരുന്നൊരവസ്ഥ. കൊടിയമായി നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അതീതമായ കൊടിയ പീഡനങ്ങളിലൂടെ അവർ കടന്നുപോയി. പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. എന്തിനെ പ്രതി? വിശ്വാസത്തെ പ്രതി. സഹോദരങ്ങളെ, എന്തൊരു ശക്തമാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിന്റെ സമ്പന്നത എത്ര വലുതാണ്. ഈ വിശ്വാസമാണ് വേണ്ടെന്ന് വെച്ച് ഈ ലോകത്തിന് വെറിക്കൂത്തുകൾ അനുഭവിക്കുന്ന അനേകം മക്കള് ഈ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞു പോകുന്നത്. എനിക്ക് ഈ വിശ്വാസം വേണ്ട, എനിക്ക് കത്തോലിക്ക വിശ്വാസം വേണ്ട, എനിക്ക് ക്രിസ്തീയ വിശ്വാസം വേണ്ട, യേശു ക്രിസ്തുവിൽ എനിക്ക് വിശ്വാസം എനിക്ക് വേണ്ട, എന്നെ വില കൊടുത്തു വാങ്ങി എൻ്റെ ഏകരക്ഷിതാവായ യേശുവെ എനിക്ക് വേണ്ട, പരിശുദ്ധ വചനം വേണ്ട, പരിശുദ്ധ കുദാശകൾ വേണ്ട. തള്ളിക്കളയരുത് സഹോദരങ്ങളെ. നിന്റെ ആത്മാവിനെ നീ പിശാചിന് പണയം വയ്ക്കുകയാണ്. നിന്റെ നിത്യത അപകടത്തിലാണ്. വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ. വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ. വിശ്വസിക്കുന്നവരാണ് നിത്യജീവനിൽ വസിക്കുന്നത്. ഇതെല്ലാം വിശ്വാസത്തോടുള്ള സമർപ്പണത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയവരുടെ ചരിത്രമാണ് ഈ പരിശുദ്ധ വചനങ്ങളിൽ ആത്മാവ് കാണിച്ചു തരുന്നത്. എല്ലാം നഷ്ടപ്പെടുത്തിയവരെ. നിങ്ങൾ നോഹയെ നോക്കണം. നിങ്ങൾ ഈ ഒരു ദൈവമനുഷ്യനാണ്. കൊടിയ പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും നടുവിൽ ആ തലമുറ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ, പാപമ്ലേച്ഛതകളിൽ ആണ്ടുപോയൊരു തലമുറയാണ്. പക്ഷെ ആ തലമുറയിൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനം പറയുന്ന ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 9-ാം വചനത്തിൽ 6:9 എന്താ വചനം പറയുന്നത്? ഇതാണ് നോഹയുടെ വംശാവലി. നോഹ നീതിമാനായിരുന്നു. ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു. ലോകം മുഴുവൻ ദുഷിച്ചു പോയപ്പോഴും, കറപ്റ്റഡ് ആയപ്പോഴും, വിശ്വാസമില്ലാതെ ജഡീകതകളും ലൗകികതകളും തിന്മകളും മ്ലേച്ഛതയും അതുപോലെ വർദ്ധിച്ചു വന്ന തലമുറയിൽ തൻ്റെ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത, തൻ്റെ വിശ്വാസത്തെ അവൻ കാത്തു സൂക്ഷിച്ചു. അവൻ കർത്താവിൻ്റെ കൂടെ ജീവിച്ചു. അവൻ വിശ്വാസം ജീവിച്ചു. ആ കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു, ആ തലമുറ എപ്രകാരമുള്ളതായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. ആ ഒരു സമയത്താണ് ഇങ്ങനെ ജീവിച്ചത്. ഈ കാലഘട്ടത്തേക്കാൾ വഷളത്വം നിറഞ്ഞ, തിന്മ നിറഞ്ഞ, അരാജകത്വം നിറഞ്ഞ, മ്ലേച്ഛതയും ജഡീകതയും നിറഞ്ഞ ആ തലമുറയിൽ തൻ്റെ വിശ്വാസം ജീവിക്കുവാനുള്ള സമർപ്പണം നോഹയ്ക്കുണ്ടായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 11-12 വചനങ്ങൾ നിങ്ങൾ സ്വരമുയർത്തി വായിക്കണം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി, ഭൂമി കറപ്റ്റഡായി, എങ്ങും അക്രമം നടപാടി, കറപ്ഷൻ ആൻഡ് വയലൻസ്. എല്ലായിടങ്ങളിലും അക്രമവും ദുഷിപ്പും. 12-ാമത്തെ വചനം പറയുന്നു, ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു. ലോകത്തിലെ മനുഷ്യരെല്ലാവരും ദുർമാർഗികളായി, സകല മനുഷ്യരും ദുർമാർഗികളായി. അങ്ങനെയുള്ള തലമുറയിലാണ് തൻ്റെ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയെ പ്രതി കർത്താവിനോട് ചേർന്ന് ജീവിച്ചു. തൻ്റെ വിശ്വാസം ജീവിച്ചു, തൻ്റെ വിശ്വാസം പ്രഘോഷിച്ചു. നോഹയുടെ മക്കളെയും ഭ്രാന്തരെന്ന് കളിയാക്കി. വട്ടന്റെ മക്കള്, ഭ്രാന്തന്റെ മക്കള് എന്ന് നാട്ടുകാരെ പരിഹസിച്ച് വിളിച്ചു പറഞ്ഞു. ഒരു കളിയാക്കലുകൾ, അപമാനങ്ങളും ഈ നിന്ദകളും അവഹേളനങ്ങളെല്ലാം ഏറ്റെടുത്തത് വിശ്വാസത്തെ പ്രതി, വിശ്വാസത്തോടുള്ള സമർപ്പണത്തെ പ്രതി. ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഫെയ്ത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ വിശ്വാസം ജീവിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ പടുത്തുയർത്തുവാൻ, നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുവാൻ നമ്മൾ ഇന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് എന്തുമാത്രം നമ്മുടെ വിശ്വാസത്തോടെ സമർപ്പണമുണ്ട്, പ്രതിബദ്ധതയുണ്ട്. ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുവിനെന്ന് പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസിലൂടെ നമ്മോട് ആവശ്യപ്പെടുക. നമ്മളെ തന്നെ പരിശോധിക്കേണ്ട സമയ സഹോദരൻ. നമ്മുടെ കുടുംബത്തിൻ്റെ വിശ്വാസം, നമ്മുടെ മക്കളുടെ വിശ്വാസം, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ സഹോദരിമാരുടെ, എൻ്റെ സഹോദരന്മാരുടെ വിശ്വാസം, എൻ്റെ പേരൻസിൻ്റെ വിശ്വാസം, ഈ തലമുറയുടെ വിശ്വാസം ഇവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തെ പടുത്തുയർത്തുന്ന
ഫെയ്ത്ത് ബിൽഡേഴ്സായി പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നത്. ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ആത്മാവ് നമ്മെ തെരഞ്ഞെടുക്കുന്നത്. ഫെയ്ത്ത് ബിൽഡേഴ്സായി മാറുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, ഈ തലമുറയിൽ വിശ്വാസത്തെ പണിതുയർത്തുന്ന വിശ്വാസത്തിന്റെ ബിൽഡേഴ്സായി നമ്മൾ മാറണം. ആ ഒരു വിളിയാണ് കർത്താവ് നമുക്ക് തരുന്നത്. വിശ്വാസത്തിന്റെ ആത്മാവ് എന്ന ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വാക്ക പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഫെയ്ത്ത് ബിൽഡേഴ്സ്, വിശ്വാസത്തെ പടുത്തുയർത്തുന്നവരാകുക. ഈ തലമുറയിൽ വിശ്വാസത്തെ പണിതുയർത്തുന്നവരാകുക. ഈ കാലഘട്ടത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നവരാകുക. ഒരു ഫെയ്ത്ത് ബിൽഡറായി എൻ്റെ കർത്താവ് എന്നെ വിളിക്കുന്നു. എൻ്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്യുന്നു. ഹോളി സ്പിരിറ്റ് എന്നെ അഭിഷേകം ചെയ്യുന്നു വിശ്വാസത്തെ പടുത്തുയർത്തുന്നവനായി. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു പ്രതിബദ്ധത നമുക്കുണ്ടാവട്ടെ. കർത്താവിൻ്റെ കൂടെ നടന്ന എല്ലാവരും ഈ പ്രതിബദ്ധതയുള്ളവരാ. പൗലോസിനെ നോക്ക്. പൗലോസിലേക്ക് വിശ്വാസത്തിനുണ്ട് എന്തുമാത്രം സഹിച്ചവനാണ്. വിശ്വാസം ജീവിക്കാനും വിശ്വാസം പ്രഘോഷിക്കുവാനും തൻ്റെ അപ്പോസ്തലിക ജീവിതത്തിൽ ഒരുപാട് നഷ്ടപ്പെടുത്തിയവനാണ് പൗലോസ്. പൗലോസ്ലിക തിമോത്തിയോസ് 2 ലേഖനം 4:7 എന്താ പൗലോസ് പറയുന്നത്? 2 തിമോത്തി 4:7 പരിശുദ്ധ വചനം പറയുന്നു, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം കാത്തു. ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, വിശ്വാസത്തിന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ പൗലോസ് എപ്പോഴും ശ്രദ്ധയുള്ളവനായിരുന്നു, ജാഗ്രതയുള്ളവനായിരുന്നു. തന്റെ വിശ്വാസത്തോടുള്ള സമർപ്പണം, വിശ്വാസത്തെ പ്രതി എന്തൊക്കെ സ്ലീഹ അനുഭവിച്ചത്. പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2 ലേഖനം 11 അധ്യായം, അവിടെ ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് 23 മുതൽ 27 വരെയുള്ള വചനങ്ങൾ ഉച്ചത്തിൽ നമുക്ക് ഒരു മനസ്സോടെ വായിക്കാം. അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറേ കൂടി മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം ഞാൻ അടിക്കപ്പെട്ടു, യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ ഞാൻ അടികൊണ്ടു. വീണ്ടും വചനം പറയെ 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 1 പ്രാവശ്യം കപ്പലപകടത്തിൽ അകപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ. ഇതൊക്കെ നിർത്തി നിങ്ങൾ ധ്യാനിക്കണതൊക്കെ. ഇതൊക്കെ വിശ്വാസത്തെ പ്രതിയാണതൊക്കെ അനുഭവിച്ചത്. ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? റോമൻ പൗരത്വമുള്ള കുലീന കുടുംബത്തിൽ ജനിച്ച ഒരു ഉന്നത കുലജാതനായിരുന്നു വിശുദ്ധ പൗലോസ്. ക്രിസ്തുവിനെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തി, വിശ്വാസത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയവൻ. എന്തുകൊണ്ട്? തന്റെ വിശ്വാസത്തോടുള്ള കമ്മിറ്റ്മെന്റ്, സമർപ്പണമാണ്. പദവി നഷ്ടപ്പെടും, സ്ഥാനമാനം നഷ്ടപ്പെടും, ലോകസുഖങ്ങൾ നഷ്ടപ്പെടും. ഇതെല്ലാം വിശ്വാസത്തെ പ്രതിയാണ് നഷ്ടപ്പെടുത്തിയെന്ന് പൗലോസ് പറയും. അതിൽ പൗലോസിന് ലജ്ജയില്ല, ഞാൻ നിരാശപ്പെടുന്നില്ല എന്ന് പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ഫെയ്ത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. ഈ വിശ്വാസം നമ്മൾ എവിടെയും മുറുകെ പിടിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 10 അധ്യായം 39 വചനത്തിൽ ഈശോ പഠിപ്പിച്ചു, 10:39, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. വിശ്വാസത്തെ പ്രതി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ, സമയം നഷ്ടപ്പെടുത്തിയാൽ, ലോകസുഖങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, ഈ ലോകത്തിന് നൈമിഷികമായ നേട്ടങ്ങൾ നീ നഷ്ടപ്പെടുത്തിയാൽ, വിശ്വാസത്തിന് വിരുദ്ധമായ ഭോഗേച്ഛകള്, ഉയർച്ചകള്, സമ്പാദ്യങ്ങള് നീ നഷ്ടപ്പെടുത്തിയാൽ, കർത്താവ് പറയാ അതിന് വലിയ പ്രതിഫലമുണ്ട്. നീ നിന്റെ ജീവൻ കണ്ടെത്തെന്ന് പറഞ്ഞാൽ നിന്റെ ആത്മരക്ഷ അത് ഉറപ്പുള്ളതായിട്ട് മാറും. വിശ്വാസത്തെ പ്രതിയുള്ള നഷ്ടപ്പെടലുകളല്ല സഹോദരൻ. ഞാൻ വീണ്ടും പറയട്ടെ, താൽക്കാലികമായ നേട്ടങ്ങൾക്കും ഉന്നമനങ്ങൾക്കും, ഒരു വരുമാനത്തിനും ജോലിക്കും ചില സൗകര്യങ്ങൾക്കും വേണ്ടി നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട്
ഞാനും നിങ്ങളും നേടുന്ന ഏത് നേട്ടങ്ങളാകട്ടെ, ഉയർച്ചകളാകട്ടെ, വളർച്ചകളാകട്ടെ, അതെല്ലാം നമുക്ക് പിന്നീട് കെണികളായി, തകർച്ചകളായി, കൊടിയ നാശങ്ങളായി മാറുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കും. അതുകൊണ്ട് വിശ്വാസം മുറുകെ പിടിക്കുക. ഞാൻ വീണ്ടും പറയട്ടെ, നീ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി നിലകൊള്ളും. നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ കർത്താവ് നമുക്കായി തുറന്നു തരും. നമ്മുടെ മുൻപിലുള്ള മലകളെ കർത്താവ് നിരപ്പാക്കി മാറ്റും. നമ്മുടെ മുൻപിലുള്ള പിച്ചള വാതിലെ കർത്താവ് തകർത്ത് കളയും. പിശാച് അടച്ചു വെച്ച വഴികളെ കൃപയുടെ വഴികളായി കർത്താവ് നമുക്ക് മാറ്റിത്തരും. എപ്പോഴാ? നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, വിശ്വാസത്തോടെ സമർപ്പണമുള്ളവരാകുമ്പോൾ. മോശ പ്രവാചകൻ ചെയ്തതുപോലെ നമുക്കുണ്ടാകേണ്ട അത് വിശ്വാസത്തിന് വിരുദ്ധമായ സകല നേട്ടങ്ങളെയും വിശ്വാസം മൂലം നമ്മൾ നിഷേധിക്കുമ്പോൾ, അത് വേണ്ടെന്ന് വെക്കുമ്പോൾ, അവിടെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും, നിന്റെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത് വിശ്വസിച്ചോ? കർത്താവിൻ്റെ പ്രോമിസ്, അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. കർത്താവ് നൽകുന്ന റിവാർഡുണ്ട്. വിശ്വാസത്തെ പ്രതി ഈശോ നൽകുന്ന പ്രതിഫലം എന്താണ്? ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 30-ാം വചനത്തിലേക്ക് നിങ്ങൾ വരണം. ലൂക്ക 18:30 ദൈവത്തിൻ്റെ വചനം പറയാ, ഇക്കാലത്തു തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ഇക്കാലത്ത് തന്നെ അനേക മടങ്ങ് വിശ്വാസത്തിനുള്ള പ്രതിഫലമാണ്. വിശ്വാസത്തെ വേണ്ടി കർത്താവ് കൊടുക്കുന്ന റിവാർഡാണ്. ഇക്കാലത്ത് തന്നെ അനേകം നിങ്ങൾക്ക് ലഭിക്കും. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ അറിയണം. നമ്മൾ അറിയും തോറും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കും, കൃപ കൊണ്ട് നിറയും, അഭിഷേകത്തിൽ വളരും. നമ്മുടെ വിശ്വാസത്തോട് നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം, പ്രതിബദ്ധതയുണ്ടാകണം. യാതൊരു സമർപ്പണവുമില്ലാതെ നമ്മുടെ വിശ്വാസത്തെ നിസ്സാരമായി ലാഘവമായി നമ്മൾ കാണരുതേ. സത്യവിശ്വാസത്തിൻ്റെ പ്രേക്ഷിതരായ അപ്പോസ്തലന്മാരായി ഈ തലമുറയിൽ വിശ്വാസത്തെ പടുത്തുയർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫെയ്ത്ത് ബിൽഡേഴ്സായി നമുക്ക് മാറാം. അതിനായി നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അഭിഷേകം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.